മുരുകൻ്റെ ആറാം പടൈ വീട് ഹിന്ദുവിൻ്റെ അഭിമാനം. ആ തിരുപ്പറംകുன்றത്ത് ദീപത്തൂണിൽ വിളക്ക് കൊളുത്താൻ അനുവദിക്കില്ല എന്നാണ് നമ്മുടെ തമിഴ്നാട്ടിലെ വിജയുടെ സർക്കാരും മന്ത്രിസഭയും ഒക്കെ പറയുന്നത്. സുപ്രീം കോടതി വരെ ശരിവെച്ച കാര്യമാണ്. സാർ, ഇത് അവിടെ നിൽക്കട്ടെ. അതങ്ങനെ നിൽക്കുമ്പോഴാണ് അടുത്ത കാര്യം, സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് ഈ നശിപ്പിക്കുമെന്ന് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ സഭയിലിരിക്കുമ്പോൾ നോക്കി തൊഴുത ആളാണ് വിജയ് എന്ന് പറയുന്നത്. വെറും വിജയല്ല, ജോസഫ് വിജയാണെന്ന് ഓർക്കണം. അതുപോലെ തന്നെ TVKയിൽ ചേർന്ന മുസ്തഫ എന്ന് പറയുന്ന MLA പറഞ്ഞു, ഈ പറയുന്ന ഞാൻ സനാതന ധർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് TVKയിൽ ചേരുന്നതെന്ന്. ഇതൊക്കെ പറയുന്ന വിജയ്, ഇതിനൊക്കെ ഒപ്പം നിൽക്കുന്ന വിജയ് ആദ്യം തിരുച്ചെന്തൂർ പോയി, ഇപ്പോൾ ഇതാ മൂകാംബികയിൽ കൊല്ലൂർ പോയി ദർശനം നടത്തിയിരിക്കുന്നു. സാർ, എന്താണ് ഇതിൻ്റെ പിന്നിലെ കാരണം? സാറിന് എന്ത് തോന്നുന്നു? അയാളൊരു സിനിമാ നടനല്ലേ ജോസഫ് വിജയ്. പിന്നെ അത് മാത്രമല്ല, അയാളൊരു ക്രിസ്ത്യൻ മതമൗലികവാദിയാണ്. അപ്പോൾ ഈ തിരുച്ചെന്തൂരിൽ പോയതും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോയതൊക്കെ സിനിമയുടെ ഭാഗം. കാരണം ഹിന്ദുക്കളെ ഒന്ന് എന്താ പറയണ അപ്പീസ് ചെയ്യുക എന്നുള്ള, അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് സന്തോഷമാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കും അയാൾ പോയത്. നിയമസഭയിൽ ഉദയനിധി സ്റ്റാലിൻ പ്രസംഗിച്ചപ്പോൾ ഇയാൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ആളാണ്, നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ അയാൾ എഴുന്നേറ്റ് നിന്ന് പറയണമായിരുന്നു ഉദയനിധി സ്റ്റാലിൻ്റെ അടുത്ത് സംസാരം നിർത്താനായിട്ട്. അത് കഴിഞ്ഞിട്ട് സ്പീക്കറോട് പറയണം, ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ വാക്കുകളെല്ലാം സഭാ നടപടികളിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന് അയാൾക്ക് ആവശ്യപ്പെടമായിരുന്നു. ഈ തിരുപ്പറംകുன்றത്തും അതുപോലെ തന്നെ തിരുച്ചെന്തൂരിലും പിന്നെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലും പോയ ജോസഫ് വിജയ് അടുത്ത ആഴ്ച മിക്കവാറും വേളാങ്കണ്ണിയിൽ പോകാൻ സാധ്യതയുണ്ട്. പോവും. കാരണം തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അയാള് മറ്റേ മുട്ടിലഴിയൊക്കെ ചെയ്തു വേളാങ്കണ്ണിയിൽ പോയി. ജയിച്ചപ്പോ ജീസസിന്റെ പടമൊക്കെ എടുത്തു. അതെ, അയാള് പ്രസംഗിച്ചത് എന്താണ്? ഐ ആം എ ക്രിസ്ത്യൻ, സോ ക്രിസ്ത്യൻസ് വിൽ ബി സേഫ് അണ്ടർ മീ. ഞാനൊരു ക്രൈസ്തവനാണ്, ക്രിസ്ത്യാനികളും മറ്റ് ന്യൂനപക്ഷ സമുദായക്കാരും എൻ്റെ ഭരണത്തിന് കീഴിൽ സുരക്ഷിതരായിരിക്കും എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് സുരക്ഷിതത്വം ഇല്ല എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം? അതല്ലേ മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്കോ ഒരു മന്ത്രിക്കോ ഒരു MLAക്കോ ഒരു MPക്കോ അതല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്കോ അങ്ങനെ പറയാൻ പറ്റുമോ? എല്ലാവരെയും ഒരേപോലെ കാണണം എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. അത് മതമൗലികവാദികൾ എന്ന് ഈ നാട്ടിലെ സുവിശേഷ വേലക്കാരും ക്രിസ്ത്യൻ മതമൗലികവാദികളും ഇസ്ലാമിക് തീവ്രവാദികളും വിശേഷിപ്പിക്കുന്ന നരേന്ദ്രമോദി പറയുന്നത് എല്ലാ ജനങ്ങളെയും ഒരേപോലെ കാണണം. സബ്കാ സാത്ത് സബ്കാ വിശ്വാസ് എന്നാണ് അദ്ദേഹം പറയണത്, സബ്കാ വികാസ്. പക്ഷേ അവരിത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല. അത് മാത്രമല്ല, ക്രൈസ്തവ സഭയുടെ ബേസിക് റൂൾ തന്നെ ഓൾ റിലീജിയൻസ് ആർ നോട്ട് ഈക്വൽ. എല്ലാ മതങ്ങളും തുല്യരല്ല എന്ന് പറഞ്ഞാൽ ക്രൈസ്തവരുടെ സഭ വലിയതാണ്, കുറച്ച് കൂടുതൽ തുല്യരാണ്. ഇസ്ലാമിസ്റ്റുകളും പറയും ഇസ്ലാം ഇസ് എന്താണ് പറയുന്നത്, നമ്പർ 1 റിലീജിയൻ ഇൻ ദ വേൾഡ്. വി ആർ ദ റിലീജിയൻ ഓഫ് പീസ്. PEACE, പീസ്, മറ്റേ PIEC അല്ല, സമാധാനത്തിന്റെ മതം എന്നാണ് പറയുന്നത്. അവർ സാധാരണ പീസ് ആക്കിയിട്ടാണ് അത് അവർ അതും തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ പീസ് ആക്കുന്നത്. ഈ വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയാൾ വരികയാണെങ്കിൽ തമിഴ്നാട്ടിലെ ക്രൈസ്തവരുടെയും മുസ്ലിങ്ങളുടെയും വോട്ട് കൊണ്ട് മാത്രമായിരിക്കും അയാൾ അധികാരത്തിൽ വരിക എന്നുള്ളത്. അങ്ങനെ വന്നു. അയാൾ വന്നു കഴിഞ്ഞാൽ അയാൾ നടത്തിയത് മുഴുവനും ഇതുപോലുള്ള ഹിന്ദുക്കളോടുള്ള ഭീകരത അല്ല ഹിന്ദുക്കളുടെ മനസ്സിൽ ഒരു ഭയം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള നടപടികളാണ് അയാൾ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഓരോന്നായിട്ട് എന്താ സത്യം അഴിഞ്ഞഴിഞ്ഞ് വരികയാണ്. ജനങ്ങളുടെ മുമ്പിൽ ദൈവം കാണിച്ചു കൊടുക്കുകയാണ്, ഇതാണ് യഥാർത്ഥ ജോസഫ് വിജയ് എന്നുള്ളത്. അതല്ലെങ്കിൽ മദ്രാസ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ശരിവെച്ചൊരു നടപടിയാണ് ദീപത്തൂണിൽ വിളക്ക് തെളിയിക്കുക എന്നുള്ളത്. ഹിന്ദുക്കളുടെ അവകാശമാണ്, അത് ചെയ്യാം എന്ത്. പിന്നെ ഇയാൾക്ക് എങ്ങനെ പറയാൻ പറ്റും? അതായത് തമിഴ്നാട്ടിൽ സുപ്രീം കോടതി ഹൈക്കോടതി ഒന്നും അവരുടെ വിധികളൊന്നും സുപ്രീം കോടതിയിൽ തമിഴ്നാട്ടിൽ ബാധകമല്ലേ? അത് ചെയ്യണ തെറ്റല്ലേ? അയാൾ ശരിക്കും പറഞ്ഞ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വേറൊരു പ്രതിരൂപമായിട്ടാണ് അയാൾ വന്നിരിക്കുന്നത്, ഒരു മോബ്. അതാണ് അയാളുടെ പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി. അതിന് കാരണം ഈ DMKയുടെ നേതൃത്വത്തിലുള്ള പരാജയം, DMKയുടെ നേതൃത്വത്തിൻ്റെ പരാജയം, AIADMK നേതൃത്വത്തിൻ്റെ പരാജയം, എന്നാൽ ഹിന്ദുക്കളുടെ പ്രതീക്ഷയ്ക്കൊപ്പം വളരാനായിട്ട് BJP നേരിട്ട പരാജയം,
അതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ഇത് മറ്റൊന്നും ആലോചിച്ചില്ല, ഇയാൾക്ക് കൊണ്ട് വോട്ട് ചേർത്തി കൊടുത്തു. ഇന്ന് തമിഴ്നാട്ടിൽ ഒരു ഇലക്ഷൻ വയ്ക്കുകയാണെങ്കിൽ പ്രിയൻ നോട്ട് ചെയ്തോളൂ, 8 തട്ടിപ്പൊട്ടും വിജയ്. കാരണം ഹിന്ദുക്കൾ അത്രമാത്രം എന്താ അവരുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തിയിട്ടുണ്ട് ഈ വിജയൻ്റെ കൂട്ടുകാർ. അവിടെ ഭരിക്കണ മുഴുവനും എന്താ ആദവ് അർജുൻ എന്ന് പറഞ്ഞ് ലോട്ടറി കിങ്ങിൻ്റെ മരുമകനാണ്. പിന്നെ ഒന്ന് ലോട്ടറി കിങ്ങിൻ്റെ ഭാര്യ ലീമ റോസ് ഉണ്ട്. പിന്നെ ഉള്ളത് ജപ്പിയാർ എന്ന് പറഞ്ഞൊരു എഡ്യൂക്കേഷനിസ്റ്റ് ഉണ്ടായിരുന്നു. എഡ്യൂക്കേഷനിസ്റ്റ് അല്ല, അയാൾ MGRൻ്റെ ഒരു ഗുണ്ടാ തലവനായിരുന്നു. അയാളാണ് സത്യഭാമ യൂണിവേഴ്സിറ്റിയുടെ ഉടമസ്ഥൻ. ആ ജപ്പിയാറിൻ്റെ മരുമകൻ ഒരുത്തനുണ്ട്, അയാളാണ് ധനകാര്യമന്ത്രി. അയാളുടെ പേരിൽ ഇഷ്ടംപോലെ ഗുണ്ടാ കേസുകളുണ്ട്. ഇത് മറ്റേ സുഗതൻ്റെ കേസ് പോലെയല്ല, എന്താ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ കൗൺസിലറുടെ പോലെയല്ല. ഗുണ്ട എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഗുണ്ടയാണ് ജപ്പിയാറുടെ മരുമകൻ. ഇവരൊക്കെ കൂടിയാണ് തമിഴ്നാട് ഭരിക്കണത്. അപ്പം പിന്നെ ഇവരിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കേണ്ടത്? അവിടെ ഒരു ക്രൈസ്തവ സഭയ്ക്ക് അപ്പർ ഹാൻഡുള്ള ഒരു ഭരണകൂടമാണ് അവിടെ നിലനിൽക്കുന്നത്. ഞാനിത് ആദ്യമേ പറഞ്ഞിരുന്നു, തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയാവുന്ന ആദ്യത്തെ ക്രിസ്ത്യാനിയാണ്, ക്രൈസ്തവനാണ് ജോസഫ് വിജയ്. ഇയാൾ ക്രൈസ്തവനാണെന്ന് പറയണത് നമ്മൾ മതമൗലികവാദത്തിൻ്റെ പുറത്തല്ല, അയാളൊരു ക്രിസ്ത്യാനിയാണെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ അയാളത് ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്താണ് പലരും അറിയണത് ഇയാൾ ക്രിസ്ത്യാനിയാണെന്നുള്ള വിവരം. ഇയാളെ ഒളിച്ചു വെച്ച് കഴിഞ്ഞിട്ട് ഹിന്ദുക്കളെ പറ്റിച്ച് കഴിഞ്ഞിട്ടാണ് എവിടെ പോകുമ്പോഴും നെറ്റിതൊരു കുറിയിട്ടിട്ട് പോകും. പണ്ട് നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ തിരുവനന്തപുരത്തൊക്കെ പോകുമ്പോൾ കുറിയിട്ടിട്ടേ നടക്കുകയുള്ളൂ. തിരുവനന്തപുരത്ത് വണ്ടി കയറി ആദ്യം ഞാൻ കുറി മാച്ച് കളയും. അത് ഇപ്പൊ നിർത്തിയ ഇപ്പൊ തിരുവനന്തപുരത്ത് വരുമ്പോഴും കുറിയിടൂല്ലേ? ഇല്ല, ഇപ്പൊ ഇല്ല. ഇട്ട് കഴിഞ്ഞാൽ അലർജി ആണെന്നുള്ളത് ഇപ്പൊ നെറുകയില്ല, ഉച്ചയിലാണ് ഇപ്പൊ കുറിയിടുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു വേർഷനാണ് ഈ ജോസഫ് വിജയ് എന്ന് പറഞ്ഞാൽ. അയാൾ ഭയങ്കര അപകടകാരിയാണ്. ഇപ്പൊ ക്രൈസ്തവര് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഇന്ത്യൻ പ്രസിഡന്റോ ആവണയിൽ ആർക്കും ഒരു വിരോധമില്ല. പക്ഷേ ഇത് ഞാനൊരു ക്രൈസ്തവനാണെന്നുള്ള വിവരം ജനങ്ങളിൽ നിന്ന് ഒളിച്ചു വയ്ക്കുകയും അതിനുശേഷം ക്രൈസ്തവനാണെന്ന് അവകാശപ്പെടുകയും ക്രൈസ്തവർ എൻ്റെ കീഴിൽ സുരക്ഷിതരായിരിക്കും എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ എന്താ പറയുക, കുറേയധികം കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത് നമുക്കുള്ളൊരു ഇൻഡയറക്റ്റ് മെസ്സേജാണ്. നിങ്ങളെ ഞങ്ങൾ ലിക്വിഡേറ്റ് ചെയ്യും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. അതാണിപ്പോൾ ഈ തിരുപ്പറൻകുன்றത്തെ ദീപത്തൂണിൽ വിളക്ക് കത്തിക്കരുതെന്നുള്ള ഇയാൾ ഓർഡർ ഇട്ടിരിക്കുന്നു. അത് ഇതിനകത്ത് പല കാര്യങ്ങൾ കൂടി തെളിഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് വിജയ്ക്കൊപ്പം കൂടിയവർ ആരൊക്കെ. നമ്മൾ ഈ മലയാളത്തിൽ പറയാറുണ്ട്, മുള്ളുമുരുക്ക് മൂർഖൻ പാമ്പ് എന്ന് പറയുന്നത് പോലെ വിജയ്ക്കൊപ്പം കൂടിയവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാന കക്ഷികളായിട്ട് വന്ന് മുസ്ലിം ലീഗ്, SDPI, CPM, CPI, കോൺഗ്രസ്, ഇവരുടെ എല്ലാ നയം എന്താണെന്നറിയാം. ഇതിനേക്കാൾ അപ്പുറത്തേക്ക് വംശീയ വിഷത്തിൻ്റെ ആൾ രൂപമാണ് DMK എന്ന് പറയുന്ന പ്രസ്ഥാനം. DMK സാധാരണ സാർ ഏത് മതമാണെങ്കിലും ഒരു മതം മാറിയാൽ അയാൾ ഈ പറയുന്ന മതത്തിൽ നിന്ന് വെളിയിൽ പോയി, എന്നാൽ മതത്തിൻ്റെ ശത്രുത തീർന്നു. മറ്റൊരു മതമായി കഴിഞ്ഞാലും ശത്രുത തീർന്നു. വർഗം എന്ന് പറയുന്ന സാധനം, അതായത് ഒരാൾ മുതലാളി തൊഴിലാളിയായിരുന്നു, അത് മാറിയാൽ തീർന്നു. പക്ഷേ വംശം, അവൻ എവിടെയൊക്കെ പോയാലും എങ്ങനെയൊക്കെ ജീവിച്ചാലും അത് തീരില്ല. അങ്ങനെയുള്ള ഏറ്റവും വലിയ നീചമായ ചിന്തയാണ് വംശീയ ചിന്ത. ആ വംശീയ ചിന്ത, വംശീയ രാഷ്ട്രീയം എടുത്ത് ഉപയോഗിക്കുന്ന DMKയും ഉദയനിധി സ്റ്റാലിനുമാണ് പ്രതിപക്ഷമായിരിക്കുന്നത്, ഭരിക്കുന്നത് ഈ പറയുന്ന സമസ്ത വിഷവും കൂടി ചേർന്ന ഒരു മുന്നണി. അങ്ങനെ ഇരിക്കുമ്പോൾ തമിഴ്നാട്ടിൽ എങ്ങനെയാണ് തിരുപ്പറംകുന്றம் പോലൊരു സ്ഥലത്ത് ഹിന്ദുവിന് ദീപം കൊളുത്താൻ കഴിയുക, ഇല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ ആചാരം സംരക്ഷിക്കപ്പെടുക? അവിടെ ADMK ഒന്നും അല്ലാതായി മാറിയിരിക്കുന്ന അവസ്ഥ. അവരൊക്കെ പിളർന്നുകൊണ്ടും ഇരിക്കുന്നു, അതിൻ്റെ അകത്ത് അന്തർഛിദ്രങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ പ്രതിപക്ഷവും ഭരണപക്ഷവും നീചവർഗങ്ങളാവുമ്പോൾ ഒരു നീതി നടപ്പിലാകുമോ? ഒരിക്കലും ഇല്ല. വംശീയ വെറിയാണ് ഇവരുടെ ഏറ്റവും വലിയ യുണീക്നെസ്. ഈ രണ്ട് കൂട്ടരെയും യോജിപ്പിക്കുന്നത് വംശീയ വെറിയാണ്. ഇപ്പോൾ അത് തമിഴ്നാട്ടിൽ മാത്രമല്ല, പ്രിയനറിയോ, ശ്രീലങ്കയിലെ LTTEയുടെ നേതൃത്വത്തിൽ നടന്ന ശ്രീലങ്കൻ ലിബറേഷൻ, അതായത് എന്താ ഇതിന് പറയണേ, ഈഴം, അത് ഫൈനാൻസ് ചെയ്തിരുന്ന മുഴുവൻ ക്രൈസ്തവരാണ്. തമിഴ്നാട്ടിലുള്ള ഒരു പള്ളിയിലച്ഛനുണ്ട്, ഗാസ്പർ എന്ന് പറഞ്ഞിട്ട്. ഈ ഗാസ്പറാണ് തമിഴ്നാട്ടിൽ LTTE ഇത് മൊത്തം കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഹിന്ദുക്കളെ അടിച്ചമർത്തി
ക്രൈസ്തവരെയും മുസ്ലിങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാനായിട്ടും ഒരു ജോയിൻറ്റ് ഫൈറ്റിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നേതൃത്വം നൽകിയ വ്യക്തി ഒന്ന് കനിമൊഴിയും പിന്നെ വേറൊന്ന് ഗ്യാസ്പർ എന്ന് പറഞ്ഞ കത്തോലിക്ക പുരോഹിതനുമാണ്. ഈ തമിഴ്നാട്ടിൽ നിന്നും വിട്ട് ശ്രീലങ്കയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ നോർത്ത് ഈസ്റ്റ് ശ്രീലങ്ക, ബട്ടിക്കുളവ പ്രോവിൻസും ജാഫ്ന പ്രോവിൻസും അടക്കി വാഴുന്നത് ക്രൈസ്തവരാണ്. അവർക്ക് എങ്ങനെയെങ്കിലും തമിഴ്നാടിനെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തി ശ്രീലങ്കയിലെ നോർത്ത് ഈസ്റ്റ് പ്രോവിൻസും ജാഫ്നയും ചേർത്ത് കഴിഞ്ഞ് ഒരു സെപ്പറേറ്റ് ദ്രാവിഡ ലാൻഡ് രൂപീകരിക്കണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഈ ദ്രാവിഡ ലാൻഡ് എന്നുള്ള കൺസെപ്റ്റ് ഇന്ത്യയിൽ കൊണ്ടുവന്നത് തന്നെ ഒരു ക്രിസ്ത്യനാണ്. റോബർട്ട് കാഡ്വെൽ എന്ന് പറയുന്ന ഒരു സുവിശേഷ പ്രാസംഗികൻ, ഒരു ഇവാഞ്ചലിസ്റ്റ്. ബ്രിട്ടനിൽ നിന്നോ സ്കോട്ട്ലൻഡിൽ നിന്നൊക്കെ വന്ന ആളാണ്. അയാൾ ഇവിടെ വന്ന് തമിഴ് പഠിച്ച് തമിഴ് വഴി ബൈബിള് പഠിപ്പിക്കാനും ഒക്കെ ചെയ്തിരുന്നു. അയാൾ പറഞ്ഞിരുന്നത്, അയാളാണ് ആദ്യമായിട്ട് ഈ ഇൻഡോക്ട്രിനേറ്റ് ചെയ്തത് തമിഴന്മാരുടെ ഇടയിൽ. നിങ്ങൾ ഇന്ത്യയുടെ ഭാഗമല്ല, ഹിന്ദി സംസ്കൃതം തുടങ്ങിയ ഭാഷകളൊന്നും നിങ്ങളുടെ ഭാഷയായിട്ട് യാതൊരു ബന്ധമില്ല, അതൊക്കെ വേറൊരു ഭാഷ, നമ്മൾക്ക് ദ്രാവിഡൻ ഭാഷകളാണ്. ഈ ദ്രാവിഡൻ എന്നുള്ള വാക്ക് അയാൾ കൊണ്ടുവന്നതാണ്. അതിനു മുമ്പ് ദ്രാവിഡൻ എന്നുള്ള വാക്ക് ഉണ്ടായിരുന്നില്ല. സംസ്കൃതത്തിൽ ദ്രാവിഡൻ എന്ന് പറയുന്നത് ദ്രാവിഡൻ, അത് ശങ്കരാചാര്യരും പിന്നെ ബീഹാർ ആ ഏരിയയിലുള്ള ഒരു പണ്ഡിതനും തമ്മിലുള്ള ഒരു എന്തായാലും പറയുന്ന സംവാദത്തിലാണ് ഈ ദ്രാവിഡൻ എന്നുള്ള വാക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ആ സ്വാമിയുടെ പേര് മറന്നുപോയി. അദ്ദേഹം ചോദിച്ചു ശങ്കരാചാര്യരുടെ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നത്, നിങ്ങൾ ആരാണ് ചോദിച്ചു. അപ്പോൾ ശങ്കരാചാര്യ പറഞ്ഞു, ഞാൻ ദ്രാവിഡ ശിശുവാണ്. ദ്രാവിഡ ശിശു എന്ന് പറഞ്ഞാൽ 3 കടലുകളും ഒരുമിച്ച് ചേരുന്ന പ്രദേശമാണ് ദ്രാവിഡം എന്ന് പറയുന്നത്. അറേബ്യൻ സീ, ഭാരതീയ ഇന്ത്യൻ ഓഷ്യൻ, ദെൻ അറേബ്യൻ സീ, ബേ ഓഫ് ബംഗാൾ, ഇത് 3 ഒരുമിച്ച് ചേരുന്ന പുതിയതാണ്. ശരിക്കും ഈ പേരുകൾ ഇങ്ങനെയല്ല. ശരിക്കും സിന്ധു സമുദ്രം എന്ന് പറയുന്നതാണ് അറേബ്യൻ ഓഷൻ എന്ന് പറയുന്നത്, അറേബ്യൻ സീ എന്ന് പറയുന്നത് സിന്ധു സമുദ്രം. മറ്റത് ഗംഗാസമുദ്രമാണ്, ബംഗാൾ ഉൾക്കടൽ. ഹിന്ദു സാഗരമാണ് ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്നത്. സാഗര മഹാരാജൻ എന്നാണ് ഇന്ത്യൻ ഓഷനെ വിളിക്കുന്നത്. അപ്പൊ കാവേരി നദി ഇത്ര വളരെ വേഗത്തിൽ എവിടെയാണ് ഒഴുകി പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അന്നത്തെ ഒരു പണ്ഡിതൻ പറഞ്ഞതാണ്, അവര് കാവേരി നദി സ്വന്തം ഭർത്താവായ സാഗര മഹാരാജനെ കാണാനായിട്ട് കുതിച്ചു പായുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ആ ചരിത്രം വളച്ചൊടിച്ച് വികൃതമാക്കി ഇവരിങ്ങനെ ദ്രാവിഡൻ എന്നുള്ള പേരിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. ശ്രീലങ്കയിൽ തമിഴന്മാരെന്ന് പറയുന്നത് ഇവിടെ നിന്ന് കൂലി യുദ്ധക്കാരായിട്ട് പോയ ആൾക്കാരാണ്. ശ്രീലങ്കയിലുള്ള ഈ നോർത്ത് ഈസ്റ്റിലുമുള്ള തമിഴന്മാരെന്ന് പറയുന്നത് ഇന്ത്യയിലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും പോയ ആൾക്കാരാണ്. അവരവിടെ പോയി കുറ്റിയടിച്ച് അവിടെ താമസമാക്കി. അവർക്ക് അവിടെ സ്വന്തം രാജ്യം ആവശ്യപ്പെടാനായിട്ടുള്ള ഒരു ലോക്കൽ സ്റ്റാൻഡേയും ഇല്ല. പക്ഷേ ഈ ചർച്ച് സഭ, ക്രൈസ്തവ സഭ അവരെ പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ ഒരു വലിയ വിഘടനവാദം അവരവിടെ സൃഷ്ടിച്ചു. അതല്ലാതെ ഇവരുടെ ഡിമാൻഡില്ല. അതായത് ശ്രീലങ്കയിൽ നിന്ന് ഞങ്ങളെ വേർപെടുത്തണം, ഒരു പ്രത്യേക ഈളം രൂപീകരിക്കണം എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു നിയമപരമായിട്ടോ അല്ലെങ്കിൽ സാംസ്കാരികപരമായിട്ടോ ചരിത്രപരമായിട്ടോ അതിൻ്റെ ഒരു ഡിമാൻഡും ഇല്ല. കാരണം ശ്രീലങ്കയുടെ ചരിത്രം നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും. KM ഡിസിൽവ എന്ന് പറയുന്നൊരു ചരിത്രകാരൻ എഴുതിയിട്ടുണ്ട് ദ ഹിസ്റ്ററി ഓഫ് ശ്രീലങ്ക എന്നുള്ളത്. അവിടെ ഈ വംശീയ കലാപത്തിന് തുടക്കമിടുന്നത് ഈ ശ്രീലങ്കയിലെ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ശ്രീ എന്നുള്ള ഇതിൽ തുടങ്ങി നമ്പർ ഇട്ട് തുടങ്ങുന്ന ഇപ്പോഴാണ് അവന്മാർ മുഴുവനും ഫനാറ്റിക്സ് ആയിട്ട് മാറിയത്. ശ്രീലങ്കയിലെ തമിഴർ ഒരു പീഡനവും അനുഭവിച്ചിട്ടില്ല. ശ്രീലങ്കയിലെ സിൻഹളന്മാർ ജീവിക്കുന്ന അതേ ഗാംഭീര്യത്തോടു കൂടിയാണ്, അതേ പദവിയോടുകൂടിയാണ്, അതേ അംഗീകാരത്തോടു കൂടിയാണ് തമിഴന്മാർ ജീവിക്കുന്നത്. എന്നിട്ട് അവർ മീഡിയ വഴി പറഞ്ഞുണ്ടാക്കി ആൾക്കാരെ കൊണ്ട് പ്രസിദ്ധീകരിപ്പിക്കും ഇത് ശ്രീലങ്കയിൽ തമിഴ് വംശീയ വെറി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ പറഞ്ഞുണ്ടാക്കിയ വിഘടനവാദം മാത്രമേ ഉള്ളൂ. ഇപ്പം ഇന്നും നമ്മൾ കൊളംബോയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് എന്താണെന്നറിയാമോ? ഒരു സ്ഥലത്തിൻ്റെ പേര് സിൻഹള ഭാഷയിലും തമിഴ് ഭാഷയിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ടാവും.
അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാവില്ല ഇത് എത്രയോ വർഷമായിട്ട് ഇവിടെ ഫോളോ ചെയ്യുന്നതാണെന്നാണ് അവർ പറയുന്നത്, എല്ലാവരും പറയുന്നത്. തീർച്ചയായിട്ടും അതിനെയൊക്കെ അതെല്ലാം മുൻനിർത്തി തന്നെ കാണേണ്ടതാണ് വിജയുടെ ഇപ്പോഴത്തെ ഈ നീക്കവും. ഈ വിജയ് LTTയുടെ ഒരു സപ്പോർട്ടറാണ് വിജയ്. LTTയുടെ സപ്പോർട്ടറാണ് വിജയും വിജയുടെ അച്ഛൻ ചന്ദ്രശേഖരനും. ചന്ദ്രശേഖരൻ ഒരു ഇവാഞ്ചലിസ്റ്റാണ്, പേര് ഹിന്ദു ആണെങ്കിലും അയാൾ ക്രിസ്ത്യാനിയാണ്. തമിഴ്നാട്ടിലെ ക്രിസ്ത്യാനികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ പേര് അവർ ഹിന്ദു പേരായിട്ട് വയ്ക്കും. ഇപ്പം ബിഷപ്പ് ഹൗസ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിഷപ്പ് ഹൗസ് ഇല്ലേ, അതിന് അവർ തമിഴിൽ പറയുന്നത് സ്വാമിയാർ മഠം എന്നാണ്. ഹിന്ദുക്കൾ കേട്ട് കഴിയുമ്പോൾ പേടിച്ചു, അയ്യോ ഇതിങ്ങനെയാണോ എന്ന്. അതുപോലെ എത്രയോ സിനിമാ നടന്മാർ, എത്രയോ രാഷ്ട്രീയക്കാർ, അവർ മുഴുവനും ഈ ഹിന്ദു പേര് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിചാരിക്കും ഹിന്ദുക്കളാണെന്ന് വിചാരിക്കും, അവർ ക്രിസ്ത്യാനികളാണ്. ഇപ്പോഴത്തെ വിജയുടെ പാർട്ടിയുടെ സ്പീക്കറുണ്ട്, നിയമസഭാ സ്പീക്കർ, അയാളുടെ പേര് പ്രഭാകർ എന്നാണ്. ഈസ് എ ക്രിസ്ത്യൻ. അപ്പോൾ അവരുടെ ആ ഒരു സ്വഭാവം നോക്കണം. അയാൾ കുറേ നാൾ കോൺഗ്രസ്സിലായിരുന്നു. തമിഴ്നാട്ടിൽ കോൺഗ്രസ് പച്ച പിടിക്കില്ല എന്ന് കണ്ടപ്പോൾ അയാൾ മൂപ്പനാറിൻ്റെ ഒപ്പം തമിഴ് മാനില കോൺഗ്രസ്സിലേക്ക് വന്നു. തമിഴ് മാനില കോൺഗ്രസ്സിൽ നിന്ന് കുറേ നാൾ അവിടെ പച്ച പിടിക്കില്ല എന്ന് കണ്ടപ്പോൾ അയാൾ AIADMK പോയി. AIADMKയിൽ ജയലളിത മരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പിന്നെ കുറച്ച് നാൾ പത്ത് താഴ്ത്തിയിരുന്നു. ഇപ്പോൾ വിജയ് വന്നു കഴിഞ്ഞപ്പോൾ ഇയാൾ അങ്ങോട്ട് ചാടി. കാരണം അയാൾക്കറിയാം ക്രിസ്ത്യാനിയാണ്, അയാളെ രക്ഷപ്പെടുത്തും എന്നുള്ള വിവരം അറിയാം. അയാൾ സ്പീക്കറായി, ഇപ്പം നിയമസഭാ സ്പീക്കറാണ് അയാൾ. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.